ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്നത്തെ എൻ്റെ 2 കറികളാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ഒന്ന് കൊഞ്ചും മുരിങ്ങയ്ക്കയും മാങ്ങയും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു അടിപൊളി കറിയാണ്. ഈ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ആ കറിയാണ് ആദ്യം ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് കൊഞ്ച് 25 എണ്ണം ഉണ്ട്. ഞാൻ എണ്ണി നോക്കി, തൂക്കമല്ല എണ്ണി നോക്കിയത്. 25 കൊഞ്ചുണ്ട്, ഒരിടത്തരം കൊഞ്ച്. അത് 2 മുരിങ്ങയ്ക്കായ ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഈ പൊടികളിടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം വേകാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഇതിനെ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഞാനിവിടെ സ്റ്റൗവിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 4-5 അല്ലി ചെറിയ ഉള്ളി. ഇതെല്ലാം നന്നായിട്ട് നല്ല വടുകെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കൊഞ്ചും മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, ഒരു മാങ്ങയുണ്ട്, ഒരു നല്ല വലിയ മാങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അധികം പുളിയുള്ള മാങ്ങയല്ല, കൊഞ്ചിന് കുറച്ച് പുളി മതി. അതുകൊണ്ട് ഞാൻ അധികം പുളിയില്ലാത്ത മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാങ്ങയും കൊഞ്ചും മുരിങ്ങയ്ക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നീട് ഉപ്പ് വേണ്ടി വന്നില്ല, കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ തീർന്നില്ല, ഒരു താളിപ്പൊടി ഉണ്ടെങ്കിൽ ഈ കറി വളരെ ടേസ്റ്റി ആയിരിക്കും. ടേസ്റ്റ് ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. അപ്പം അതിനായിട്ട് ഞാനൊരു താളിക്കാനുള്ളൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ കൂടി പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ചെറിയ ഉള്ളിയൊക്കെ മൂത്തി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം സ്റ്റൗ നമുക്കങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ഒരു കളറും കിട്ടും, കുറച്ച് എരിയും കൂടെ കിട്ടും. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. കൊഞ്ച് കറി ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ ചോറ് പാത്രം കാലിയാണെന്ന് അറിയേയില്ല കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ടുള്ളൊരു കൊഞ്ച് കറിയാണ്, അടിപൊളി ടേസ്റ്റുള്ളൊരു കൊഞ്ച് കറിയാണ്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇത് ചോറിനും ചപ്പാത്തിക്ക് ബെസ്റ്റാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് മാത്രം മതി ഉണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഇന്നിവിടെ കൊഞ്ച് കറിയുടെ കൂടെ ഇതും തയ്യാറാക്കിയിട്ടുണ്ട്. വഴുതനങ്ങയും തക്കാളിയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 വലിയ വഴുതനങ്ങ, നല്ല നീളത്തിലെ വഴുതനങ്ങ 2 എണ്ണം നീളത്തിൽ അരിഞ്ഞ് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ കറയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ഒരു സവാളയും ഒരു തക്കാളിയും, ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയും അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴുതനങ്ങ കൊണ്ടുള്ള വിഭവം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. ആ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. സവാള ആദ്യം ചേർത്തതിന് ശേഷം സവാള ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരുപാടൊന്ന് മൂത്ത് കിട്ടിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് രാത്രി ചപ്പാത്തിക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഈ കറി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് ചതച്ചത്, ഇത്രയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പുറത്ത് പോകും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വഴുതനങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് കൊടുത്താൽ ഒരു 5 മിനിറ്റിനകം നമ്മുടെ കറി ഇവിടെ റെഡിയാകും. ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വെള്ളമൊന്നും വറ്റില്ല, കാരണം ഇത് വഴുതനങ്ങയും തക്കാളി രണ്ടും വെള്ളമുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 കറികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.